എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 11 വിശ്വരൂപ ദർശന യോഗം. 35ാമത് ശ്ലോകം വരെയാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത്. ആ ഭഗവാന്റെ വാക്കുകൾ കേട്ട അർജുനൻ ഭയം കൊണ്ട് വിറച്ച് തൊഴുകൈകളോടെ തലകുനിച്ച് കൃഷ്ണനെ നമസ്കരിച്ചു എന്ന് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്ന 35ാമത് ശ്ലോകം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കേട്ടു. ഇന്ന് 36ാമത് ശ്ലോകം മുതൽക്ക് നോക്കാം. ശ്ലോകം 36. അർജുനൻ കൃഷ്ണനെ സ്തുതിക്കുന്ന ശ്ലോകങ്ങളാണ്. അർജുന ഉവാച സ്ഥാനേ ഋഷീകേശ തവ പ്രകീർത്തിയ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേജ രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാ. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, ഋഷീകേശ ഭഗവാനെ, തവ പ്രകീർത്തിയ അങ്ങയുടെ ആ ഉത്തമ കീർത്തി കൊണ്ട് ജഗത് പ്രഹൃഷ്യതി ജഗത്ത് ലോകം മുഴുവൻ സന്തോഷിക്കുകയും അനുരജ്യതേച സുഖിക്കുകയും ചെയ്യുന്നു. തത് സ്ഥാനെ അത് വളരെ യുക്തം തന്നെയാണ്. രക്ഷാംസി ഭീതാനി രക്ഷസുകളെല്ലാം പേടിച്ച ദിശ ദ്രവന്തി പല ദിക്കുകളിലേക്കുമായിട്ട് ഓടിപ്പോകുന്നു. സർവേ സിദ്ധസംഘാ എല്ലാ സിദ്ധന്മാരും നമസ്യന്തിജ അങ്ങയെ നമസ്കരിക്കുകയും ചെയ്യുന്നു. ഇനി വരുന്ന 11 ശ്ലോകങ്ങളും അതിഗംഭീരമാണ്. കാവ്യഭംഗി കൊണ്ടാണെങ്കിലും ശബ്ദമാധുര്യം കൊണ്ടാണെങ്കിലും അർത്ഥസമ്പുഷ്ടി കൊണ്ടാണെങ്കിലും ആശയഗാംഭീര്യം കൊണ്ടാണെങ്കിലും വിശ്വപ്രാർത്ഥനയ്ക്ക് തുല്യമായതാണ്. ഹൃഷീകേശ ഭഗവാനെ, അങ്ങയുടെ കീർത്തി കൊണ്ട് ജഗത്ത് മുഴുവൻ ലോകം മുഴുവൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ദുഷ്ടശക്തികളൊക്കെ പല ദിക്കിലേക്കായിട്ട് ഓടിപ്പോകുന്നു. സിദ്ധന്മാരെല്ലാം അങ്ങയെ നമസ്കരിക്കുന്നു എന്നാണ് അർജുനൻ പ്രാർത്ഥിക്കുന്നത്. ഋഷികേശ ഭഗവാനെ, അങ്ങയുടെ കീർത്തി കൊണ്ട് ജഗത്ത് മുഴുവൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ദുഷ്ടശക്തികളൊക്കെ പല ദിക്കിലേക്കായിട്ട് ഓടിപ്പോകുന്നു. സിദ്ധന്മാരെല്ലാം അങ്ങയെ നമസ്കരിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അർജുനൻ പ്രാർത്ഥിക്കുന്നതാണ്. വിസ്മയം കൊണ്ട് ശരീരം കോരിത്തരിച്ച് ഭയം കൊണ്ട് വിറച്ച് ഗദ്ഗദകണ്ഠനായിട്ട് ഇടറിയ ശബ്ദത്തിൽ കൂപ്പുകൈകളോടെ ഭഗവാനെ സ്തുതിക്കുന്ന അർജുനൻ്റെ രൂപമൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഋഷികേശൻ എന്ന് വെച്ചാൽ ഋഷികളുടെ ഈശൻ, അതായത് ഇന്ദ്രിയങ്ങളുടെ ഈശൻ, അതായത് ആത്മാവ് എന്നർത്ഥം. നമ്മുടെ എല്ലാ സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും ഒക്കെ കേന്ദ്രം അവിടെയാണ്. ഈ ആത്മമഹിമയെ അറിയാൻ തുടങ്ങും തോറും രക്ഷസുകൾ, അതായത് പാപവാസന ഇല്ലാതെയാകും എന്ന്. നമ്മളിൽ എത്ര സമയം ഇരിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം. നമ്മൾ വേറെ പലതിലുമാണ് കയറിയിരിക്കുന്നത്, അല്ലേ? മൊബൈലിൽ, കാറിൽ, വീട്ടിൽ, ഭാര്യയിൽ, മക്കളിൽ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത സാധനങ്ങളിലെല്ലാം നമ്മൾ കയറി ഇരുന്നിട്ട് നമ്മളെന്താ പറയണേ? ഒന്നും സമാധാനമില്ല, സുഖമില്ല, സന്തോഷമില്ല, അല്ലേ? നമ്മളിൽ കയറിയിരിക്കാൻ തുടങ്ങുമ്പോൾ ആത്മമഹിമയെ അറിയാൻ തുടങ്ങുകയും പാപവാസനകൾ ഇല്ലാതെയാവുകയും ചെയ്യും എന്നാണ് ഇവിടെ അർജുനൻ പറഞ്ഞ് സ്തുതിക്കുന്നത്. ആ ശ്ലോകത്തോടെ നോക്കാം. അർജുന ഉവാച സ്ഥാനേ ഹൃഷീകേശ തവ പ്രകീർത്തിയ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേജ രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാ. ശ്ലോകം 37. കസ്മാത് തേന നമേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. മഹാത്മൻ ഭഗവാനെ, ഗരീയസേ എല്ലാവരെക്കാളും ശ്രേഷ്ഠനും, ബ്രഹ്മണ അപി ബ്രഹ്മാവിനു പോലും, ആദികർത്രേച ആദികാരണനുമായ തേ അങ്ങയ്ക്ക് അല്ലെങ്കിൽ അങ്ങയെ, കസ്മാത് ന നമേരൻ എങ്ങനെ നമസ്കരിക്കാതിരിക്കും അവർ എന്ന്, എങ്ങനെ ബഹുമാനിക്കാതിരിക്കും എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അനന്തദേവേശ ജഗന്നിവാസ ഭഗവാനെ, സത്ത് അസത്ത് യത് സത്തിനും അസത്തിനുമൊക്കെ അപ്പുറമുള്ള തത്പരം അക്ഷരം ത്വം നാശരഹിതമായ പരമ്പൊരുളാണ് അവിടുന്ന് എന്ന്. ഭഗവാനെ, എല്ലാവരേക്കാൾ ശ്രേഷ്ഠനും ബ്രഹ്മാവിന് പോലും ആദികാരണനുമായ അങ്ങയെ
അവർ എങ്ങനെ വണങ്ങാതിരിക്കും, നമസ്കരിക്കാതിരിക്കും എന്നാണ് അർജുനൻ പ്രാർത്ഥിക്കുന്നത്. സത്തിനും അസത്തിനും ഇടയിലുള്ള നാശരഹിതമായ പരമ്പൊരുളാണ്, നാശമില്ലാത്ത പരമ്പൊരുളാണ് അവിടുന്ന് എന്നാണ് അർജുനൻ പറയുന്നത്. ഈ ജഗത്തിലുള്ള എല്ലാത്തിനെയും ഒറ്റയടിക്ക് രണ്ടായിട്ട് തിരിച്ചുകൂടെ. അത് ഏതൊക്കെയാണ് രണ്ട്? സത്ത്, അസത്ത്. സത്ത് ഇല്ലെങ്കിൽ വ്യക്തം, അവ്യക്തം എന്ന് പറയാം. ഇന്ദ്രിയങ്ങളെ കൊണ്ടോ ഇല്ലെങ്കിൽ മനസ്സിനെ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒക്കെ കാണാൻ പറ്റുന്നത് വ്യക്തം അല്ലെങ്കിൽ സത്ത്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം അനുഭവിക്കണം എന്നൊരു തോന്നൽ, ആ തോന്നലാണ് എന്ത്? അത് അവ്യക്തമാണത്. എന്നാൽ ശക്തവുമാണ്. അതാണ് അസത്തായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ വാസനാബലം എന്ന് പറയാം. ഈ വാസനാബലമാണ് നമ്മളെ പലയിടത്തും കൊണ്ടുപോയി ചാടിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കി കഴിഞ്ഞാൽ, ഈ ഭർത്താവിൻ്റെ വിരലിൽ അണിയിക്കുന്ന വിവാഹമോതിരം ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ കഴുത്തിൽ അണിയിക്കുന്ന മംഗല്യസൂത്രം, അത് സ്വർണമാണ്, ഇല്ലെങ്കിൽ മോതിരമാണ്, താലിയാണ്. പക്ഷേ അത് ആ സമയത്ത് ആ മുഹൂർത്തത്തിൽ അണിയിച്ചു കഴിഞ്ഞാൽ അത് താലിയും മോതിരവും സ്വർണവും അതിന് ഒക്കെ അപ്പുറം എന്തൊക്കെയോ ആയി തീരുകയാണ് പിന്നെ അത്, അല്ലേ? അതിന് മൂല്യം നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ അത് ആ ഭാര്യയുടെ ജീവിത അവസാനത്തിലല്ലാതെ ആ ശരീരത്തിൽ നിന്നും ആ മംഗല്യസൂത്രം അഴിച്ചു മാറ്റില്ലവോ. അത് വിലമതിക്കാനാവാത്ത എന്തോ ആയിട്ട് മാറി. ഇല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ശരീരത്തിന് കുറുകെ ഇടുന്ന പൂണുനൂല്, അതൊരു നൂലാണ്. ഏതുവരെ? ആ ഉപനയനം നടത്തുന്നത് വരെ. ഉപനയനം കഴിഞ്ഞ് ആ പൂണുനൂല് ശരീരത്തിൻ്റെ ഹൃദയത്തിൻ്റെ കുറുകെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ിനോടുകൂടിയിട്ടാണ് അത് ശരീരത്തിൽ നിന്ന് മാറുള്ളൂ. പിന്നെ അത് ഒരിക്കലും ഊരി മാറ്റില്ല. അത് ഊരി മാറ്റാൻ കഴിയാത്ത തരത്തിൽ ഒന്നായി അത് മാറിക്കഴിഞ്ഞു. പുറമുള്ള നാശമില്ലാത്ത നാശരഹിതമായ പരമ്പൊരുളാണ് അവിടുന്ന് എന്നാണ് അർജുനൻ പറഞ്ഞു സ്തുതിക്കുന്നത്. 37-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. കസ്മാച്ചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാദികർത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്തത്പരം യത്. ശ്ലോകം 38. ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ത്വം ആദിദേവ, അങ്ങ് ആദിദേവനും, പുരാണപുരുഷനും, അസ്യ വിശ്വസ്യ, ഈ വിശ്വത്തിൻ്റെ പരം നിധാനം ത്വം, പരമാശ്രയവും അവിടുന്ന് തന്നെ. വേത്ത, വേദ്യം ച, അറിയുന്നവനും അറിയപ്പെടേണ്ടതും, പരം ധാമ ച ത്വം അസി, പരമധാമവും അവിടുന്ന് തന്നെ. അനന്തരൂപ, അനന്തരൂപനായ ഭഗവാനെ, ത്വയാ വിശ്വം തദം, അങ്ങ് ഈ വിശ്വമാകെ വ്യാപിച്ചു നിൽക്കുന്നു, നിറഞ്ഞു നിൽക്കുന്നു എന്ന്. ത്വം ആദിദേവ പുരുഷ പുരാണ, എല്ലാറ്റിനും ആദികാരണനും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നവനും പുരുഷനും പണ്ടേയുള്ളവനും പുരാണനും സ്വയം പ്രകാശിക്കുന്നവനുമാണ് എന്ന്. ത്വം ആദിദേവ പുരുഷ പുരാണ, എല്ലാറ്റിനും ആദികാരണനും എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നതും പുരുഷനും പണ്ടേയുള്ളവനും പുരാണനും സ്വയം പ്രകാശിക്കുന്നവനുമാണ് എന്ന്. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം, വിശ്വത്തിൻ്റെ പരമമായ അധിഷ്ഠാനവും അവിടുന്ന് തന്നെ. വേത്താസി വേദ്യം ച പരം ച ധാമ, അറിയുന്നവനും അറിയേണ്ട പരമതത്വവും പ്രാപിക്കേണ്ട പരമതത്വവും അവിടുന്ന് തന്നെ എന്ന്. അതായത് നമ്മുടെ പ്രജ്ഞയെ ഇപ്പോൾ വ്യാപരിക്കുന്ന ബാഹ്യവസ്തുക്കളിൽ നിന്നുമെല്ലാം പിൻവലിച്ച് ആത്മാവിൽ കേന്ദ്രീകരിക്കലാണ് ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായം. ഒറ്റ വാക്കിലത് കൺക്ലൂഡ് ചെയ്താൽ ഈശാവാസ്യമിതം സർവം, എല്ലാത്തിലും വ്യാപിച്ച് നിറഞ്ഞു നിലകൊള്ളുന്നത് എന്തോ അതെന്താണ്? അതാണ് ഈ ആത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. 38-ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ത്വം ആദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ശ്ലോകം 39. വായുർയമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായു, യമ, അഗ്നി, വരുണ, ശശാങ്ക, പ്രജാപതി. വായുവും യമനും അഗ്നിയും വരുണനും ചന്ദ്രനും
പ്രജാപതിയും പ്രപിതാമഹ ച ത്വം, പ്രപിതാമഹനുമൊക്കെ അങ്ങാകുന്നു. തേ സഹസ്രകൃത്വ നമോ നമ, അങ്ങയ്ക്ക് 1000 നമസ്കാരം. പുനഃ ച ഭൂയ അപി, വീണ്ടും വീണ്ടും. തേ നമോ നമ അസ്തു, അങ്ങയ്ക്ക് നമസ്കാരം നമസ്കാരം. വായുവും അഗ്നിയും യമനും വരുണനും ചന്ദ്രനും പ്രജാപതിയും പ്രപിതാമഹനും എല്ലാം അവിടുന്ന് തന്നെ. അങ്ങയ്ക്ക് 1000 നമസ്കാരം നമസ്കാരം, വീണ്ടും വീണ്ടും നമസ്കാരം എന്നാണ് അർജുനൻ പ്രാർത്ഥിക്കുന്നത്. അന്ധക്കരണശുദ്ധിക്കായിട്ടുള്ള ഉപായമായിട്ടാണ് ഈ പ്രകൃതി ശക്തികളായിട്ടുള്ള ഇവിടെ പറയുന്ന വായു, യമൻ, അഗ്നി, വരുണൻ ഇവരെയെല്ലാം ദേവന്മാരായി വൈദിക കാലത്ത് ഉപാസിച്ചിരുന്നത്. നാമത്തിനും രൂപത്തിനുമൊക്കെ അതീതമായ, ഇല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറമായ പരമാത്മാവിനെ പ്രാപിക്കാനുള്ള ഒരു ഉപായം എന്ന നിലയിലാണ് ഈ ദേവത ആരാധനം വിധിക്കപ്പെട്ടതെങ്കിലും ഈ ഉപായം തന്നെ, ഇല്ലെങ്കിൽ ഈ മാർഗം തന്നെ ലക്ഷ്യമായിട്ട് തെറ്റിദ്ധരിച്ചതോടുകൂടിയിട്ട് ഇതിൻ്റെ അപജയം ആരംഭിച്ചു എന്ന് പറയേണ്ടി വരും. ഈ പല പേരിലെല്ലാം അറിയപ്പെടുന്നതെല്ലാം ആ പരമാത്മാവിൻ്റെ, പരമേശ്വരൻ്റെ, പരമ്പൊരുളിൻ്റെ രൂപഭേദങ്ങൾ മാത്രമാണ് എന്ന്. ആ 39ാമത് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. വായുവ്രിയമോഗ്നിർവരുണ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ശ്ലോകം 40. നമഃ പുരസ്താദധ പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവാത്മകനായ ഭഗവാനെ എന്നാണ് അർജുനൻ വിളിക്കുന്നത്. പുരസ്താത് പൃഷ്ഠത തേ നമ, മുന്നിലും പിന്നിലും അങ്ങയ്ക്ക് നമസ്കാരം. അഥ സർവത ഏവ, മാത്രമല്ല എല്ലാ ഭാഗത്തും നമസ്കാരം. തേ നമ അസ്തു, അവിടത്തേക്ക് നമസ്കാരം. അനന്തവീര്യ അമിത വിക്രമ, അനന്തവീരനും അമിത വിക്രമനുമായ ത്വം സർവം സമാപ്നോഷി, അവിടുന്ന് എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നു. തഥ സർവ അസി, അതിനാൽ എല്ലാം അവിടുന്ന് തന്നെയാണ് എന്ന് അർജുനൻ തിരിച്ചറിയാണ്. സർവാത്മാവായ ഭഗവാനെ, സർവാത്മകനായ ഭഗവാനെ, മുമ്പിലും പിന്നിലും അങ്ങയ്ക്ക് നമസ്കാരം, എല്ലാ ഭാഗത്തും അവിടത്തേക്ക് നമസ്കാരം. അനന്തവീരനും അമിതവിക്രമനുമായ അവിടുന്ന് എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നു, അതുകൊണ്ട് എല്ലാം അവിടുന്ന് തന്നെയാണ് എന്ന്. ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മഹാശക്തി എന്ന നിലയിൽ മാത്രമല്ല, സർവശക്തികളുടെയും ഉറവിടമായിട്ടും അർജുനൻ ഭഗവാനെ കാണുകയാണ്. എവിടെയെല്ലാം പ്രവർത്തിക്കാനുള്ള ഉത്സാഹവും നേടാനുള്ള കഴിവും വീര്യവും വിക്രമവും കാണപ്പെടുന്നു, അവിടെയെല്ലാം അനന്തവീര്യനും അമിതവിക്രമനുമായ അവിടുത്തെ പ്രഭാവം നിറഞ്ഞു നിൽക്കുന്നു എന്ന്. ആ 40ാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം. നമഃ പുരസ്താദധ പൃഷ്ഠതസ്തേ നമോസ്തു തേ സർവദ ഏവ സർവ അനന്തവീര്യാമിതവിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവ. ശ്ലോകം 41ഉം 42ഉം ശ്ലോകങ്ങൾ ഒന്നിച്ച് തന്നെ നോക്കാം. ശ്ലോകം 41, 42. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ചാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസനഭോജനേഷു ഏകോ ദധാവാപ്യച്യുത തത് സമക്ഷം തത്ക്ഷാമയേ ത്വാമഹമപ്രമേയം. തവ ഇദം മഹിമാനം അജാനത, അങ്ങയുടെ ഈ മഹിമയൊന്നും തിരിച്ചറിയാതെ, സഖാ ഇതി മത്വ, ഒരു സ്നേഹിതനാണ് എന്ന് വിചാരിച്ച്, പ്രമദാത് പ്രണയേനവ അപി, ഒരു കരുതലില്ലായ്മ കൊണ്ടോ ഇല്ലെങ്കിൽ സ്നേഹക്കൂടുതൽ കൊണ്ടോ ഒക്കെ ഞാൻ ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ, ഇങ്ങനെയൊക്കെ അലക്ഷ്യഭാവത്തിൽ അവിടുത്തെ ഇതിമയ പ്രസഭം യത് ഉക്തം വിളിച്ചു പോയിട്ടുണ്ട്. വിഹാരശയ്യാസന ഭോജനേഷു, കളിക്കുമ്പോഴോ ഇല്ലെങ്കിൽ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഉണ്ണുമ്പോഴോ, ഏക അഥവാ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കോ, തത് സമക്ഷം അഭി,
മറ്റുള്ളവരുടെ മുൻപിൽ വച്ചോ അപഹാസാർത്ഥം നേരം പോക്കിനായി അവിടുത്തെ യത് അസകൃച്ച അസി ഞാൻ പരിഹസിച്ചു പോയിട്ടുണ്ട്. അച്യുത തത് ഭഗവാനെ അപ്രമേയം ത്വാം അപ്രമേയനായ അവിടത്തോട് അഹം ക്ഷാമയെ ഞാൻ ക്ഷമിക്കാനായി പ്രാർത്ഥിക്കുന്നു എന്ന്. അങ്ങയുടെ ഈ മഹിമയൊന്നും മനസ്സിലാക്കാതെ ഇല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയാതെ എൻ്റെ സുഹൃത്താണ് എന്ന് മാത്രം വിചാരിച്ച് ഒരു കരുതലില്ലായ്മ കൊണ്ട് ഇല്ലെങ്കിൽ ഇഷ്ടക്കൂടുതൽ കൊണ്ട് സ്നേഹക്കൂടുതൽ കൊണ്ട് ഞാൻ അങ്ങയെ ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേ ഇങ്ങനെ എന്തെല്ലാം ഞാൻ വിളിച്ചിട്ടുണ്ട്. സ്നേഹക്കൂടുതൽ കൊണ്ടും ഇഷ്ടക്കൂടുതൽ കൊണ്ടും താൻ ഇന്ന് വരെ പറഞ്ഞതിനും ചെയ്തതിനുമെല്ലാം അർജുനൻ ഭക്തിയാദരപൂർവം ക്ഷമയാചിക്കുകയാണ് അവിടെ. ഭഗവാനെ, അവിടുത്തെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ അടിയൻ അങ്ങയോട് അനാദരവായി പെരുമാറിയിട്ടുണ്ട്. അങ്ങയെ പലപ്പോഴും ധിക്കരിച്ചിട്ടുണ്ട്, കളിയാക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഈ മഹാപരാധങ്ങളെല്ലാം എണ്ണി എണ്ണി പറഞ്ഞ് അർജുനൻ ക്ഷമയോദിക്കുകയാണ്. ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. 41, 42 ശ്ലോകങ്ങൾ ഒന്നുകൂടെ നോക്കാം. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാമഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ചാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസനഭോജനേഷു ഏകോ തഥാ വാപ്യച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വാമഹമപ്രമേയം. അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നത് തുടരുകയാണ് അടുത്ത ശ്ലോകത്തിലും. അത് അടുത്ത ഭാഗത്ത് നോക്കാം. ഇന്നിവിടെ നിർത്തുന്നു. നമസ്കാരം.